വാഴ 2 സിനിമയുടെ റിലീസിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു സീനുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയുടെ റീക്രിയേഷനായ സീനാണത്. വിഷുവിന് പടക്കത്തിന് തിരികൊളുത്തി ഓടുന്നതിനിടയിൽ ഒരച്ഛൻ എല്ലാവരുടെയും മുന്നിൽ കാൽ തെന്നി വീഴുന്ന വീഡിയോ ആണിത്. ഇത്രയും കാലം ആ വീഡിയോ കണ്ട് മലയാളികൾ വിഷുക്കാലത്ത് ആർത്ത് ചിരിച്ചിട്ടുണ്ട്. വാഴ 2വിൽ ആ രംഗം കണ്ട ശേഷം ഒറിജിനൽ വീഡിയോ കാണുമ്പോൾ ചിരിയല്ല, പകരം ഒരു വേദനയാണ് നിറയുന്നതെന്നാണ് പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം പറയുന്നത്. അന്നത്തെ വൈറൽ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചേട്ടനെ നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളതായി ബിജുക്കുട്ടൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹം നേരിട്ടെത്തി ബിജുക്കുട്ടനെ കണ്ടിരിക്കുന്നു. ഏറെ ആഗ്രഹിച്ച കൂടിക്കാഴ്ച സാധ്യമായ സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി നടൻ പങ്കുവച്ചു. ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വിഷുദിന ആശംസകൾ. വാഴ 2 സിനിമ കണ്ടിട്ടുള്ള എല്ലാ മലയാളികളും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷു ദിവസം പടക്കം പൊട്ടിച്ച് റോഡിൽ വീഴുന്ന ആ ചേട്ടൻ ആരാണ്, എവിടെയാണ്, എന്ത് സംഭവിച്ചു എന്നൊക്കെ. ഈ സിനിമയുടെ എഴുത്തുകാരൻ വിപിൻ ദാസിനും ഇതിന്റെ സംവിധായകൻ സവിനും സോഷ്യൽ മീഡിയയ്ക്കും നമുക്കും ആർക്കും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ കൂട്ടുകാരിയും മകളും എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. വാഴ 2 സിനിമ കണ്ടപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നിയെന്നും പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. ആ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതേപോലെ ഞങ്ങൾ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അത്ഭുതം തോന്നി. തന്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ അനിയൻ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത്. അന്ന് താൻ വീഴുന്നത് കണ്ട എന്റെ മകൻ എനിക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. അത്രയും സങ്കടത്തോടെ തന്റെ മകനെ താൻ അതുവരെ കണ്ടിട്ടില്ല. പിന്നീട് ഈ വീഡിയോ വൈറലായി. ആ വീഡിയോ പോസ്റ്റ് ചെയ്തയാൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ അത് ആളുകളിലേക്ക് എത്തി. എല്ലായിടത്തും ആ വീഡിയോ കാണുമ്പോൾ വിഷമമാണ് തോന്നിയിരുന്നത്. ഒരു ഫംഗ്ഷന് പോകാനും ആളുകളെ അഭിമുഖീകരിക്കാനും ഒക്കെ മടിയായിരുന്നു. ആ വീഡിയോ കണ്ട ആളുകൾ ചേട്ടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ, പടക്കം ഇത്ര പേടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നിയിരുന്നു. മരിക്കുന്നതിനെക്കുറിച്ച് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എല്ലാ വിഷുക്കാലം വരുമ്പോഴും ആ വീഡിയോയെ പറ്റിയുള്ള ഓർമ്മ വല്ലാതെ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമയിലെ പാട്ട് റിലീസായപ്പോൾ അതിലെ പടക്കം പൊട്ടിക്കുന്ന സീൻ കണ്ട് അത് ആളുകൾക്കൊരു ഓർമ്മപ്പെടുത്തലാകുമെന്നും കൂടുതൽ ആളുകൾ ഇത് അറിയുമെന്നും താൻ പേടിച്ചു. പക്ഷേ സിനിമ കണ്ടിറങ്ങിയ തന്റെ മകൻ അവന്റെ ജോലി സ്ഥലത്ത് നിന്നും തന്നെ വിളിച്ച് അച്ഛനും അമ്മയും എന്തായാലും സിനിമ പോയി കാണണമെന്ന് പറഞ്ഞു. സിനിമ കണ്ടതിനു ശേഷം വളരെ സന്തോഷത്തിലാണ്. ഇത്രകാലമുണ്ടായ പേടിയും ടെൻഷനും എല്ലാം പെട്ടെന്ന് പോയ പോലെ. ആ വീഡിയോയിലൂടെ ആളുകൾ കണ്ടതിനപ്പുറത്തേക്ക് അവിടെ സംഭവിച്ചത് അതേപോലെ സ്ക്രീനിൽ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷവും ആശ്വാസവും തോന്നി. ഒരുപാട് സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞാണ് അദ്ദേഹം തന്നോട് സംസാരിച്ചത്. തന്റെ ജീവിതം പകർത്തിവെച്ചതുപോലെയാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയതെന്നും അതെങ്ങനെയാണെന്നും ചേട്ടൻ തന്നോട് ചോദിച്ചു. അത് ചേട്ടനെ പോലെ തന്നെ തനിക്കും അറിയില്ല. താൻ 2-3 ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ അത് വിപിൻ ദാസിന്റെയും സവിന്റെയും ഒരു മാജിക് തന്നെയാണ്. ദയവ് ചെയ്ത് ഇത് വായിക്കുന്ന ആരും ഇനി ആ ചേട്ടൻ ആരാണെന്ന് അന്വേഷിച്ചു പോവുകയോ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാനോ ശ്രമിക്കരുത്. ചേട്ടൻ ഇനിയും സന്തോഷമായിരിക്കട്ടെ എന്നായിരുന്നു ബിജുക്കുട്ടന്റെ കുറിപ്പ്.